നമ്മളൊക്കെ എത്ര കംഫർട്ടബിളായിട്ടാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. പക്ഷെ വടക്കേ ഇന്ത്യയിൽ പല ജില്ലകളിലും ഇങ്ങനെയല്ല സ്ഥിതി. ഉദാഹരണത്തിന് ബസ്തർ വളരെ കുപ്രസിദ്ധമായ ജില്ലയാണ്. ബസ്തറിനെ സംബന്ധിച്ച് ഛത്തീസ്ഗഡിലാണെന്നല്ലേ? ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ല ഏതാണ്ട് നക്സൽ ബാധിത, മാവോയിസ്റ്റ് ബാധിത ജില്ലയാണ്. ഏതാണ്ടെന്ന് പറയുമ്പോൾ ആ ജില്ലയുടെ പല ഭാഗങ്ങളും അവരുടെ കയ്യിലാണ്. നമ്മുടെ CRPF ജവാന്മാർ നിരന്തരം ഏറ്റുമുട്ടുന്നു, ഒരുപാട് പേർ വീരമൃത്യു വരിക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ജില്ലയിലെ പലയിടത്തും സമാന്തര ഭരണമാണ് ഈ മാവോയിസ്റ്റുകൾ നടത്തുന്നത്. അവിടെ ആദിവാസികൾക്ക് പാരമ്പര്യ ചികിത്സ കൊടുക്കുന്നത് വ്രതമായി കരുതിയ ഒരു മനുഷ്യനാണ് ഹേംചന്ദ് മാഞ്ചി. അദ്ദേഹത്തിനാണ് രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, എനിക്ക് സംരക്ഷണം കിട്ടുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവാർഡ് വാങ്ങിച്ചതിൽ പിന്നെ ഞാൻ നക്സലൈറ്റുകളുടെ, മാവോയിസ്റ്റുകളുടെ നോട്ടപ്പുള്ളിയാണ്, എന്നെ അവർ കൊല്ലും. അതുകൊണ്ട് അല്ലയോ നരേന്ദ്രമോദി, അമിത്ഷാ, ഈ പത്മശ്രീ ഒന്ന് തിരിച്ചെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ നൈതികമായ, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വളരെ ഗൗരവതരമായ ഒരു വിഷയമല്ലേ? അതെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 72 വയസ്സായി. അദ്ദേഹം മറ്റേ ബസ്തറിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ തന്നെയുള്ള നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ സർക്കാർ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഒരു വീട് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. പക്ഷേ ആ വീടിന് ചുറ്റും അതിലൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ സുരക്ഷിതമല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നു. 3-4 സുരക്ഷാ ഭടന്മാരെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടെ ചില ഖനി കമ്പനികളെ, ഇദ്ദേഹം ആകെ ചെയ്യുന്നത് ഈ പച്ചമരുന്ന് ചികിത്സ, ഒരു വൈദ്യനാണ് അദ്ദേഹം, പത്മശ്രീ കൊടുത്ത് ആദരിച്ചു. ആ ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന, നമ്മളിപ്പോൾ വാടക വീടെന്നൊക്കെ കേട്ടല്ലേ, ഇദ്ദേഹം അവിടെയുള്ള ഒരു ഖനി കമ്പനിയെ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഭീഷണി വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന്. പക്ഷെ കൊന്നുകളയെന്നുള്ളത് നമ്മൾ ഇവിടെയൊക്കെ ചില ഗുണ്ടകൾ പറയുന്ന പോലെയൊന്നുമല്ല. അവർ കൊല്ലും. കാരണം അനന്തരവൻ കോമളിനെ, ഈ മഞ്ചിയുടെ അനന്തരവൻ കോമളിനെ കഴിഞ്ഞ കൊല്ലം ഡിസംബർ 9 കൊന്നു, 2023. അധികം നാളായിട്ടില്ല. അപ്പോൾ കുടുംബത്തിലൊരു കൊലപാതകം നടന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഭീഷണി വരുന്നത്. ഇവരുടെ ശത്രുതയ്ക്ക് ഒരു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുരസ്കാരം വാങ്ങിച്ചതും കൂടി അവരുടെ ശത്രുതയ്ക്ക് കാരണമാണ്. കാരണം അവർ കേന്ദ്രത്തിനൊക്കെ, ഈ ഇന്ത്യക്ക് തന്നെ എതിരാണല്ലോ നക്സലുകൾ. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത ബഹുമതി മേടിച്ച ഒരാൾ ഇവിടെ നിൽക്കുന്നു. അത് ശരിയല്ല. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ ഏജൻ്റാണല്ലോ അവർ. വേറെ സ്ഥലമാണല്ലോ, ഈ കട്ടിങ് സൗത്ത് പോലത്തെ പരിപാടികളാണല്ലോ, വിശാല ബംഗാൾ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഈ കോമൾ എന്ന് പറഞ്ഞ ആളെ കൊന്നു. അയാളെ കൊന്നപ്പോഴും ഇത് ഖനിയുടെ ഏജൻ്റാണ് എന്ന് പറഞ്ഞിട്ടാണ്, ഖനി കമ്പനിയുടെ. ആ കമ്പനി ജയസ്വാൾ നീക്കോ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ ഇരുമ്പ്, അയിര്, ഉരുക്കാക്കി മാറ്റുന്ന പരിപാടികളൊക്കെ ആണ്. അയൺ ഓർ ബിസിനസ്സിലുള്ള കമ്പനിയാണ്. സാധാരണഗതിയിൽ അവിടെ ഈ നക്സലുകളൊക്കെ ജീവിച്ചു പോകുന്നത് ഈ ഖനി മുതലാളിമാരിൽ നിന്നൊക്കെ, ഇപ്പോൾ വേദാന്ത ഉൾപ്പെടെ അവരിൽ നിന്നൊക്കെ പൈസ എക്സ്റ്റോർഷൻ പിടിച്ചു പറിച്ചിട്ടാണ്. ഇത്ര കൊണ്ടുവന്ന് അതിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഖനികൾക്ക് അവിടെ മറ്റേ പണിയും നടക്കണമല്ലോ കമ്പനികൾക്ക്. ധാരാളം ഇരുമ്പ്, അങ്ങനത്തെ നിക്ഷേപങ്ങളുള്ള സ്ഥലം, വിഭവങ്ങളുള്ള സ്ഥലം, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗമൊക്കെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് കേന്ദ്രം. ഈ റെഡ് കോറിഡോർ എന്നൊക്കെ പറഞ്ഞ ആ ഭാഗമൊക്കെ എടുത്ത് സാമാന്യം വൃത്തിയാക്കി. ഇപ്പം അവർക്ക് അങ്ങനെ പൈസ കിട്ടുന്നില്ല. ഇപ്പം ചെറിയ തോതിലൊക്കെ അവിടെ ഒരു അമ്പലം തുറന്നതായിട്ട് ഞാൻ വായിച്ചിരുന്നു. ചെറിയ ഈ ആദിവാസികളുടെ ഒരു ക്ഷേത്രം, അത് 20 കൊല്ലമായിട്ടോ മറ്റു പൂട്ടിക്കിടക്കുകയായിരുന്നു, 21. അതിപ്പോൾ CRPF അങ്ങനെ ആരൊക്കെയോ പോയിട്ട് അത് തുറന്ന് അവരുടെ കമാൻഡർ വായിക്കുന്ന ഒരു വാർത്തയും വായിച്ചിരുന്നു. അപ്പോൾ ആ ഭാഗമൊക്കെ അത്യാവശ്യം വൃത്തിയായ കൊണ്ട് പഴയ പോലെ ഇവർക്ക് ഈ LTT മറ്റേ പ്രഭാകരനൊക്കെ ചെയ്തിരുന്ന പോലെ ഈ സെക്സ് സ്ലേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ നക്സൽ നേതാക്കൾക്ക്. അവിടെ ഇഷ്ടപ്പെട്ട പെണ്ണിനെയൊക്കെ പിടിച്ചു കൊണ്ടുപോവുക, റാഞ്ചി കൊണ്ടുപോവുക. അതല്ലാതെ ഇതിൽ ഇപ്പം നേരത്തെ വിപ്ലവം ഒന്നുമില്ല. പല ആളുകളും ഭയങ്കരമായിട്ട് ധനികരുമാണ് ഈ നേതാക്കൾ എന്ന് പറയുന്നത്.
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാവൂദ് ഇബ്രാഹിം, ചോട്ടാ ഷക്കീൽ തുടങ്ങിയ സെറ്റുകളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ഡ്രഗ് ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട് നക്സലുകൾ. അടുത്ത കാലത്ത് ഈ ഇങ്ങനൊരു സംഗതി ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതു സ്വഭാവമാണല്ലോ. ഈ പറഞ്ഞ പോലെ സെക്സ് സ്ലേവ്സ്, പിന്നെ മയക്കുമരുന്ന്. ഇത് കേരളത്തിൽ ഇത് വേറെ പേരിലൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടിക്കാരായി കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ പരാതി ഉണ്ടെങ്കിൽ അതിന് തീവ്രത അളക്കാനുള്ള മെഷീൻ, പിന്നെ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് കച്ചവടം. അവിടുത്തെ ഈ തീവ്രവാദികൾ അങ്ങനെ ചെയ്യുന്നു, പാർട്ടിക്കാർ സഖാക്കളെയും സഖാക്തികളും ഒക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ചെയ്യുന്നത് ഇതേ പരിപാടിയൊക്കെ തന്നെയല്ലേ. സത്യത്തിൽ ഈ ഡ്രഗ് ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു മറയായിട്ടാണ് ഞങ്ങളിങ്ങനെ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. തുടങ്ങിയത് ഈ നക്സൽ ബാരി പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ ആണെങ്കിലും, പക്ഷെ നമ്മൾ പിന്നെ കണ്ട എന്താണ്, കനു സന്യാൽ, ചാരു മജുംദാറൊക്കെ ചൈനയിൽ പോയിട്ട് അവര് ട്രെയിൻഡ് ആയിരുന്നു. അല്ല, ഇത് പറയുമ്പോൾ സാർ ഇടയ്ക്ക് ഞാൻ വേറൊരു സാധനം കുത്തിക്കയറ്റാൻ പോകണേ. അതായത് ഇന്നലെ അങ്കമാലിയിൽ ഈ തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ നിന്ന് ഒരു DYSP പിടിച്ചായിരുന്നു, സാബു. ഈ സാബുവാണ് അമ്പലപ്പുഴയിൽ മയക്കുമരുന്ന് CPM നേതാക്കളുടെ നിന്ന് മയക്കുമരുന്ന് പിടിച്ചപ്പോൾ അത് ഒതുക്കി തീർത്ത ആളാണ് അത്രേ സാബു. ഷാനവാസ് CPM. അപ്പോൾ അവിടെ ചെയ്യുന്ന പണി അവിടെ തോക്കിൻ്റെ മറവിൽ ചെയ്യുന്നു, തോക്ക് ചുണ്ടി നടത്തുന്നു. ഇവിടെ രാഷ്ട്രീയ ബലം കൊണ്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ഇയാൾ സഖാവിൻ്റെ വേഷം ഇട്ട് നടക്കുകയാണ്. അല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതു പരിപാടിയാണ്. എന്നിട്ട് ലോറിയിൽ ഈ മത്സ്യത്തിന്റെ കൂടെയൊക്കെ മയക്കുമരുന്ന് വിൽക്കുക, അങ്ങനെയൊക്കെ മയക്കുമരുന്ന് സ്ത്രീ വിഷയം. പിന്നെ നിസ്കരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നിസ്കരിക്കുന്ന മുസ്ലിമാണ് ഞാൻ മയക്കുമരുന്ന് കച്ചവടം ഇല്ല എന്നൊക്കെ ഷാനവാസ് പറഞ്ഞിരുന്നു. അപ്പോൾ മയക്കുമരുന്ന്, സ്ത്രീ വിഷയം, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിവിപ്ലവമാണെങ്കിലും സാധാ വിപ്ലവമാണെങ്കിലും സന്തത സഹചാരിയാണ്. ഞാൻ ഈ നക്സൽ പ്രശ്നങ്ങൾ ഇങ്ങനെ അത്യാവശ്യമൊക്കെ ഇപ്പോൾ കേന്ദ്രം ഒതുക്കി തീർത്തതിനെ പറ്റിയൊക്കെ ഒരു ലേഖനം വേണമെന്ന് കേസരി വാരിക പറഞ്ഞിട്ട് സമീപകാലത്ത് ഞാൻ എഴുതിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചൊരാളാണ് സിവിക് ചന്ദ്രൻ. ഞാൻ മുമ്പും ഇങ്ങനെ ലേഖനം ഇനി നക്സലൈറ്റുകളെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ട് എന്തിനാണ്, അതിൻ്റെ ഒരു അവസാന തുരുത്തല്ലേ കേരളം എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അദ്ദേഹം. അതേയല്ലേ ഈയിടെ ഒരു പെൺകേസിൽപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ സിവിക് ചന്ദ്രനെ വീണ്ടും ഓർമ്മിച്ചത്. ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്. നമ്മൾ സംസാരിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ നേരിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും സാറ് പറഞ്ഞപ്പോൾ വീണ്ടും ഉറപ്പിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ സഹജവാസനയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി ട്രൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കർണാടക, തമിഴ്നാട്, കേരളം, വയനാട്, ആ ഭാഗത്ത് മൂന്ന് സ്റ്റേറ്റുകളും കൂടിച്ചേരുന്ന ത്രിവേണി സംഗമം എന്നൊക്കെ പറയുന്ന പോലെ ട്രൈ ജംഗ്ഷൻ എന്ന് പറയും. അവിടെയാണ് ഇനി ഈ നക്സലൈറ്റുകൾ വന്ന് അടിയുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഈ ചില സ്റ്റഡികളിൽ പറയുന്നുണ്ട്. പല സ്ഥലത്തു നിന്നും ഓടിച്ച് ഇപ്പോൾ കേന്ദ്രം ഓടിക്കുകയാണല്ലോ. അപ്പോൾ BJP ഭരിക്കുന്ന സ്ഥലത്തൊന്നും ഇനി ഈ പരിപാടി ഓടില്ല. അപ്പോൾ കേരളത്തിൻ്റെ അതിർത്തിയിൽ ഇപ്പോൾ സ്റ്റാലിനും പിണറായിയും കൂടിയൊക്കെ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു സേഫ് ഹേവൻ കൊടുക്കുമല്ലോ. മറ്റേ നക്സലൈറ്റുകൾ തിരിച്ചു വരുന്നു എന്നൊക്കെ ഇടക്കാലത്ത് ഇളമരം കരിയും ഒക്കെ പറഞ്ഞിരുന്നില്ലേ. അവിടെ നമ്മൾ അവരെ രണ്ട് കൈയും കൂട്ടി നീട്ടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അവരുടെ കേളുവട്ടൻ കേന്ദ്രം ഡയറക്ടർ കുഞ്ഞിക്കണ്ണൻ തന്നെ നക്സലിസത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നതാണല്ലോ. ഇവർക്ക് പല ആളുകൾക്കും പഴയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ പൈസയൊക്കെ കിട്ടാതിരിക്കുന്നൊരവസ്ഥയിലാണ് ഇയാളെ പേടിപ്പിച്ച് കൊന്നുകളയും മാഞ്ചിയെ. പക്ഷെ അയാളെ പേടിപ്പിച്ചിട്ടും കൊന്നിട്ടും തന്നെ എന്താണ് കാര്യം? അയാളുടെ അനന്തരവനെ കൊന്നിരിക്കുന്നു, നീ മറ്റേതിൻ്റെ ഏജൻ്റാണെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഇവരെ ഗനിയുടെ ഏജൻ്റ് ആകുന്നത് എങ്ങനെയാണ്? ഒരു വൈദ്യര് പച്ചമരുന്ന് വിൽക്കുന്ന ഒരാളെങ്ങനെയാണ് ഇവരുമായിട്ട് ഈ വലിയ ഖനി കമ്പനികളുടെയൊക്കെ ഏജൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, അതൊന്നുമല്ല, പത്മശ്രീ കിട്ടി എന്നത് തന്നെയാണ് പ്രശ്നം. പത്മശ്രീ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങേർക്ക് അവിടെ കുറേ ജനകീയ പിന്തുണയൊക്കെ ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആളാണെന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. അതെ. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച നക്സലുകൾ ചമേലി, ഗോർദാന്ത് ഗ്രാമങ്ങളിൽ മൊബൈൽ ടവറുകളൊക്കെ നശിപ്പിച്ചു. മൊബൈൽ ടവറൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ മറ്റേ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചാലോ മറ്റൊന്നും അറിയാതിരിക്കാനാണോ? അതെ അതെ. പക്ഷേ മൊബൈലൊക്കെ പണ്ട് ഞാൻ CPMൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉയർന്നു നിൽക്കുന്ന
വേവ് ടവറുകൾ കാണുമ്പോൾ അത് വികസനമാണെന്ന് അഭിമാനിക്കുമ്പോൾ, പക്ഷേ നമ്മുടെ വിപ്ലവത്തെ തകർക്കാനുള്ള ഭരണകൂട ശക്തിയുടെ ഗോപുരങ്ങളാണവ. കാരണം അതുവഴിയാണല്ലോ ഈ വിവരങ്ങളൊക്കെ എടുത്തിട്ട് ഈ തോക്കുമൊക്കെ ആയിട്ട് സഖാക്കൾ വരുമ്പോൾ അതിനെ അടിച്ചമർത്താൻ ഇന്ത്യൻ പട്ടാളം വരാൻ പോകുന്നു. മുമ്പ് എറണാകുളത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായപ്പോൾ അതിൻ്റെ മുമ്പിലൊക്കെ മാവോയിസ്റ്റുകൾ പോയി ധർണയൊക്കെ നടത്തി. അതെ അതെ. എന്തിന് റിലയൻസ് തുടങ്ങിയപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് CK മണിശങ്കർ, നമ്മുടെ ഇവിടുത്തെ ഡെപ്യൂട്ടി മേയറൊക്കെ ആയിരുന്നു. അദ്ദേഹം റിലയൻസിനെതിരെ സമരം നടത്തി കൊടുക്കുന്നില്ല. ദിനേശ് മണി ഉണ്ടായിരുന്നില്ലേ ആ സമരത്തിനെതിരെ? അതെ അതെ, ദിനേശ് മണി അറ്റ്ലാന്റിസിലുള്ള. അതെ അതെ. പിന്നെ ഓർക്കുന്നില്ല, അതിനു മുമ്പ് എറണാകുളം MG റോഡിൽ ഞാനിവിടെ പത്രപ്രവർത്തനമായിട്ട് എറണാകുളത്ത് വരുന്ന സമയത്താണ് സിറ്റി ബാങ്കിൻ്റെ ശാഖയ്ക്ക് നേരെ കല്ലേറ്. അമേരിക്കൻ ബാങ്ക് ഇന്ത്യയിൽ വേണ്ട, സഹാക്കളുടെ അക്കൗണ്ടൊക്കെ ഇപ്പോൾ അവിടെയാണ്. അതെ അതെ, കാരണം അവർ പലരും ഇതൊക്കെ നിർത്തി അഡ്വക്കേറ്റുമാരും ഒക്കെ ആയി. മിനിയൊക്കെ അഡ്വക്കേറ്റ് അല്ലേ, ആ കൂട്ടത്തിലൊക്കെ പെട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഖനികളിൽ നിന്ന് കോഴ വാങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ചോട്ടെ ദോങ്കയിൽ ആംഭായ് ഘാട്ടി എന്ന് പറഞ്ഞിട്ടൊരു മൈനിങ് പ്രോജക്റ്റ് ഉണ്ട്. ആ ആംഭായ് ഘാട്ടി മൈനിങ് പ്രോജക്റ്റിന് ഇയാൾ സഹായിച്ചു, കോഴ മേടിച്ചിട്ട് നിന്നാണ് അയാൾക്ക് വീട് പോലും ഇല്ല നക്സലൈറ്റുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. എനിക്കിതുമായിട്ടൊരു ബന്ധവുമില്ല. ഒന്നാമത് ഇയാൾക്കൊക്കെ അവർ കോഴ കൊടുക്കേണ്ട എന്താ കാര്യം? അപ്പോൾ 20 വയസ്സ് മുതൽ ഇങ്ങനെ വൈദ്യരായിട്ട് അവിടെ ഹെർബൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ഒറ്റമൂലിയൊക്കെ ആയിട്ട് അവിടെ കഴിയുന്നുണ്ട്. നാടൻ ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നാരായൺപൂരിൽ പോലീസ് ഇപ്പോൾ കൊണ്ടുപോയി ഇയാളെ താമസിപ്പിച്ച ശേഷം ഇയാൾക്കിപ്പോൾ അവിടെ വെള്ളമില്ല. ഇയാൾ പറയാണ് അപ്പോൾ ജീവിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് ദോങ്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സുരക്ഷിതമായിട്ട് കഴിയാൻ പറ്റും. അവിടെ ഒരു ചെറിയ വീട്, വല്ല 400 സ്ക്വയർ ഫീറ്റോ അങ്ങനെ ഒരു വീട് കിട്ടിയാൽ കൊള്ളാം. അവിടെ ആകുമ്പോൾ കുറച്ച് സുരക്ഷിതമായിട്ട് കഴിയുകയും ചെയ്യാം. ഈ ദോങ്കർ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഈ ബസ്തറിൽ പോയിട്ടില്ല. അപ്പോൾ ബസ്തറിൽ പോയ സുഹൃത്തുക്കളുണ്ട്. അവിടെ പോയി കുറേ കാലം ചിത്രം വരച്ചിരുന്ന ഒരാളാണ് TA സത്യപാൽ, സംഗീത അക്കാദമിയുടെ MA ബേബിയുടെ ഉറ്റ സുഹൃത്താണ്. സംഗീത അക്കാദമിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടുകാർ, കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കുറേ കാലം ചിത്രമൊക്കെ വരച്ചിരുന്നു, അവിടെ താമസിച്ച്. അപ്പോൾ ഇങ്ങനൊരു സുരക്ഷിത സ്ഥലത്ത് കേന്ദ്രം, ഒരു ദോങ്കറിലൊരു ചെറിയ വീട്, അതൊരു ന്യായമായ ആവശ്യമാണ് അദ്ദേഹത്തിന് സുരക്ഷിത. പത്മശ്രീയൊക്കെ കൊടുത്തയാൾ നക്സലുകൾ വെടിവെച്ച് കൊന്ന് ചാകേണ്ടതില്ല. ഭാരത സർക്കാർ തന്നെ നാണക്കേടാണ്, വളരെ നാണക്കേടാണത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ജീവിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ ഒരു പത്മശ്രീ ജേതാവ് പറയുന്നുണ്ടായിരുന്നു. അത് ആലോചിക്കുമ്പോൾ വേറെ കാര്യമുണ്ടേ. പണ്ടൊക്കെ പത്മശ്രീ കിട്ടിയിരുന്ന ആർക്കായിരുന്നു? ഇവിടുത്തെ വലിയ കോടീശ്വരന്മാർക്ക്, വലിയ ബിൽഡർമാർക്ക്, വലിയ ധനാഢ്യന്മാർക്കൊക്കെ കിട്ടിയിരുന്ന പത്മശ്രീയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ പത്മശ്രീ അതുപോലെ ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ അർഹരായ ആളുകൾക്ക് കിട്ടിത്തുടങ്ങി. അതെ, നമ്മുടെ നാട്ടിലും ഈ മറ്റേ അഗസ്ത്യ നാഞ്ചിയമ്മയ്ക്ക് കിട്ടിയല്ലോ. അതുപോലെ വയനാട്ടിലും ഒക്കെ സാധാരണക്കാർക്ക്, പെരുമ്പാവൂരിലെ കുഞ്ഞോലിന്, പിന്നെ ഈ മറ്റേ എന്താണ് ആ പുഴയിലേക്ക് സ്ഥലങ്ങളൊക്കെ ഇടിയാതിരിക്കാനായിട്ടൊരു കണ്ടൽ കാടുകൾ, അങ്ങനെ അതൊക്കെ സംരക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഒരിക്കലും കൗണ്ട് ചെയ്യപ്പെടാതിരുന്ന ആളുകൾക്ക് അവരാണ് അതിന്റെ യഥാർത്ഥ അവകാശികളെന്ന് കണ്ടെത്തി. കേരളത്തിലെ ചില ആളുകൾ നമ്മൾ അറിയുന്ന തന്നെ ആ മൻ കി ബാത്തിൽ അദ്ദേഹം പറയുമ്പോഴൊക്കെയാണ്. അപ്പം പത്മശ്രീ പോലെയുള്ള അവാർഡുകൾ പണക്കാർക്ക് പണം കൊടുത്ത് വാങ്ങാവുന്ന ഒന്നാണെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു, ജനകീയവൽക്കരിക്കപ്പെട്ടു. അങ്ങനെ ജനകീയമായി അർഹതപ്പെട്ട ആളുകൾക്ക് ഇത് നൽകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി സർക്കാരിനുണ്ട്, പ്രത്യേകിച്ച് രാജ്യവിരുദ്ധരായ തീവ്രവാദികൾ അവരെ തോക്കു ചൂണ്ടി നിൽക്കുമ്പോൾ. അതെ, കാരണം കുടുംബത്തിലൊരാൾ നഷ്ടപ്പെട്ട ആളാണ് ഈ ഒരു ദീനവിലാപമാണത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ഇത് ഗൗരവത്തോടെ കേൾക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.